ടോട്ടൽ 3500 വേണ്ടിയിട്ട് ചെന്നെ പറ്റിച്ചതാണെന്നുണ്ടെങ്കിൽ പൊന്നാര മോനെ ഇജ പൈസ ഹോസ്പിറ്റൽ ചേട്ടാ ചേട്ടാ അങ്ങനെ ഒരു പ്രഭാതം. ഇന്ന് മഴക്കൊക്കെ കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്താ പാടുന്നൊന്നും അറിയില്ല. അങ്ങനെ ബാഗൊക്കെ എടുത്ത് നമ്മളിറങ്ങി ഇന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് മാക്സിമം ഓടണം നമുക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ മാക്സിമം ഓടും. അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് നമ്മൾ ചെയ്യാം. ഓക്കെ, മാക്സിമം ഓടിയിട്ട് നോസ്റ്റ ചോക്കി അപ്പോൾ മാക്സിമം ഓടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഏണിങ്സും പിന്നെ എങ്ങനെ നമ്മൾ വീട്ടിലെത്തുന്നു ഉള്ളതാവും ഇന്നത്തെ വീഡിയോ. എല്ലാവരും വാച്ച് ചെയ്യാം. ഓക്കെ, മഴ ഇന്ന് പൊതുവേ കുറവുണ്ട് കേട്ടോ. രാത്രിയൊന്നും അല്ലാതെ മഴ പെയ്തില്ല തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം ഒന്ന് മാക്സിമം നമുക്ക് പിടിക്കണം. അപ്പോൾ നമുക്ക് ബാഗ് ഡിക്കിയിൽ പ്ലേസ് ചെയ്യാം. അയ്യോ, CNG മുകളിൽ ബാഗ് വെക്കാം. ഇത് പെർഫെക്റ്റ് ആട്ടോ. അതിൽ ഇങ്ങനത്തെ ഒരു 1-2 ബാഗൊക്കെ ഇതിൽ നമുക്ക് കൂളായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കസ്റ്റമർ ബാഗ് ഇട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മടി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പോയിട്ട് ഹോർലിക്സ് കുടിച്ച് വരാം. ഹോർലിക്സ് കുടിക്കരുത് എന്ന് ആരോ പറഞ്ഞ് നമുക്ക് ഹോർലിക്സ് മാറ്റിയിട്ട് ചായ ആക്കാം. ചായയും പിന്നെ അവിടെ നല്ല മുട്ട എല്ലാന്നുണ്ടെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കാം, അതാവും നല്ലത്. പിന്നെ നല്ല ചായയും പത്തിരി ഉണ്ടല്ലേ, നല്ല അടിപൊളി പത്തിരി കേട്ടോ. സോഫ്റ്റ് പത്തിരിയാണ് ഇവിടെ. ഈ പത്തിരി എന്നുണ്ടെങ്കിൽ ശൈലി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിളക്കും. ആദ്യം പത്തിരി എടുക്കുക, എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ കടിക്കണം. എന്നിട്ട് ചായ. രണ്ടും കൂടി മിക്സ് ചെയ്യുക, എന്നിട്ട് ഇറക്കുക. ഇല്ലെങ്കിൽ രാവിലെ തന്നെ തൊണ്ട കുടുങ്ങി പണ്ടാറാണാകും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അങ്ങനെ ഇറങ്ങി സ്മൂത്തായിട്ട് പോയിക്കോളും. ഓക്കെ, ഓക്കെ വി ഗോ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഓൺലൈനിൽ പോയേക്കാം. ഇപ്പോൾ ഏകദേശം സമയം 6:56, 7 മണി. ഓക്കെ, നമുക്ക് എപ്പോൾ ട്രിപ്പ് അടിക്കും നോക്കാം. ഡ്രൈവിംഗ് ടൈമൊക്കെ ഏകദേശം ഫുൾ ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ സുരഭി റൂട്ടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ അവിടുന്ന് ഒരു 600 മീറ്റർ, 1.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. അടിപൊളി ട്രിപ്പാണ്. തിരക്കില്ലാത്ത സ്ഥലത്തേക്കാണ് ഓട്ടം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് ഒരു 300 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഉണ്ട് കസ്റ്റമർ. ഇനി കസ്റ്റമർ അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 300 രൂപയുടെ ട്രിപ്പ്, അതും തിരക്കില്ലാത്ത ഭാഗത്തേക്കാണ്, ടൗണിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ട്, ചേച്ചി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇതുണ്ടല്ലേ മുത്തൂറ്റ് കോളേജ്. അങ്ങനെ മുത്തൂറ്റ് കോളേജിലാണ് ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടൗണിൽ നിന്ന് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര രസമാണ് സംഭവം. തിരക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഞാൻ ഏകദേശം അറൗണ്ട് ഒരു 20 കിലോമീറ്റർ ആയിരുന്നു ട്രിപ്പ്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ചേച്ചിയായിരുന്നു ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഇവിടുന്ന് ഇനി സംടൈംസ് ചിലപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ നമുക്ക് അടിക്കും. ട്രിപ്പ് കിട്ടാൻ ചിലപ്പോൾ ടൈം എടുക്കും, പക്ഷേ അടിക്കുമ്പോൾ നല്ല ട്രിപ്പ് കിട്ടും ചെയ്യും. നമുക്ക് കുറച്ച് ട്രാഫിക് ഇല്ലാതെ കുറച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോവുകയും ചെയ്യാം. ചിലപ്പോൾ നല്ല വലിയ ട്രിപ്പ് കിട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അമൃതയിലെത്തി. അവിടെ നിന്ന് ഒരു 330 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. ചേട്ടന് 9:15 അപ്പോയിൻമെൻ്റ് ആയിരുന്നു. നമ്മളങ്ങനെ 9:05 ആകുമ്പോഴത്തേന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ ആൾ കുറച്ച് ടെൻഷനായിരുന്നു. ട്രാഫിക് ഈ ഓഫീസ് ടൈം ആയ കാരണം കൊണ്ട്, പീക്ക് ടൈം ആയതുകൊണ്ട്. എന്തായാലും നമ്മൾ ഓൺ ടൈമിൽ ആളെ സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് പമ്പുണ്ട്. അപ്പോൾ CNG ഒന്ന് ഫില്ല് ചെയ്യണം. അതിന് ശേഷം വേണ്ട അപ്ലിക്കേഷൻ ഓണാക്കാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഏകദേശം 330 രൂപയുടെ ട്രിപ്പ്. അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് അമൃതയിലെത്തി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും CNG ഒക്കെ അടിച്ചതിന് ശേഷം വീണ്ടും അപ്ലിക്കേഷൻ ഓണാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ അസറ്റ് ഹോംസിൽ ഈ ഒരു കുട കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ട് കസ്റ്റമർ ഫോർഗേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ ഫ്ലാറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ അസറ്റ് ബിൽഡേഴ്സ് ഉണ്ട്, അവിടെ ഫ്ലാറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് പോവാം. അവിടെ ആകെ ബ്ലോക്കാണ്. പിന്നെ ഇവിടുന്ന് പുറത്തെത്തിയിട്ട് വേണം CNG ഒക്കെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ചേട്ടാ, ജോൺസൺസിൻ്റെ നല്ല കുടയായിരുന്നു, അതിന് കൊടുക്കാം. ചേട്ടാ ചേട്ടാ ഇതൊന്നും ആളെയിൽ കൊടുക്കും. ആള് തരും കേട്ടോ. ആ ശരി ശരി. അങ്ങനെ കുട കൊടുത്ത് നമ്മൾ മാതൃകയായി. അപ്പോൾ എന്തായാലും ഇനി CNG തിരക്കുള്ള ഗീസ്, തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് വേഗം CNG ഫില്ല് ചെയ്യാം. ഓക്കെ, ആകെ 2-3 വണ്ടിയുള്ളൂ. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ CNG ഒക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം, നമ്മൾ CNG ഫില്ല് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു താത്ത, ഒരു പട്ടാമ്പി രജിസ്ട്രേഷൻ വണ്ടി, അവർ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരു താത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ടാക്സി വണ്ടി തന്നെ, വാഗ്നർ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡി ടാക്സി വണ്ടി ഓടിക്കുന്നതാണ്. ഇനി താത്ത ഓടിക്കുന്നതാണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വണ്ടി CNG ഫില്ല് ചെയ്യാൻ വേണ്ടി പമ്പിൽ വന്നോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ലേഡി ഇങ്ങനെ ടാക്സി ഓടിക്കുന്നത് വന്ന്, കാറ്, ഓട്ടോ ഒക്കെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലേഡീസൊക്കെ ഇങ്ങനെ വരട്ടെ. അവരൊക്കെ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇറങ്ങണം. അതിലൊക്കെയാണ് ഈക്വാലിറ്റി വേണ്ടിയത്. അല്ലാതെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ KSRTCയിൽ നിതംബം ഫ്രീ ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ലേഡീസ് നടന്നുകൊണ്ട് മാത്രം. അപ്പോൾ അതിൽ ഈക്വാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഈക്വാലിറ്റി വേണ്ട. ഇതിലൊക്കെയാണ് അധ്വാനിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേണായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ് ഈക്വാലിറ്റി വേണ്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ യാത്ര ചെയ്യാൻ നമുക്ക് വല്ലുണ്ടാക്കിക്കൂടെ? അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി ആപ്ലിക്കേഷൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പം നിലവിൽ നോക്കി നോക്കാം നമുക്ക് ഇനി എങ്ങനെ ട്രിപ്പ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അങ്ങനെ വീണ്ടും പണി കിട്ടി. ഒരു നായിൻ്റെ മോൻ പൈസ വെറ്റിച്ചിട്ട് പോയി. എന്താ ചെയ്യുക, മനുഷ്യന്മാരെ ഒരു അവസ്ഥ എങ്ങായിമാരെ. ഞാനിപ്പോൾ ഈ വൈറ്റില മറ്റേ ബസ് സ്റ്റാൻഡിൽ ഞാൻ തപ്പാനൊരു സ്ഥലം ബാക്കിയില്ല, എല്ലായിടത്തും തപ്പി. ഇവിടെ നോർ പാർക്കിംഗ് ഏരിയയിൽ കൊടുന്ന് വണ്ടി നിർത്തിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ക്യാഷ് മെസ്സേജ് ആയി പറഞ്ഞിട്ട് സ്കാനർ കാണിച്ചു കൊടുത്തപ്പോൾ 310 രൂപയുടെ ഓട്ടമായിരുന്നു. അപ്പോൾ കാണിച്ചു തന്നു. അപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ നോ പാർക്കിംഗ് ആണ്, അപ്പോൾ ബസ് ബ്ലോക്ക് ആവുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഓനെ ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് നിർത്തി. ഞാൻ എടുത്തില്ല, ക്യാഷ് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വണ്ടി എടുക്കലുള്ളൂ. ഫ്രണ്ടിലോട്ട് നിർത്തിയപ്പോൾ ഇവൻ ഈ ബസ്സിൻ്റെ ഗ്യാപ്പുകൾ കണ്ടില്ലേ, ആ ഗ്യാപ്പിലോട്ട് മാറിയിട്ട് ഇവനെ പിന്നെ ഞാൻ ഈ ഉള്ളു മൊത്തം തപ്പി. ക്യാഷ് ക്രെഡിറ്റും ആയിട്ടില്ല. കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഊബറിൻ്റെ ഒരു കസ്റ്റമർ സർവീസും അവർ വിളിച്ചപ്പോൾ അവർ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു ക്യാഷ് തരാതെ ഇറങ്ങി ഓടിയതാണ് വണ്ടിയെന്ന്. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ, ഇവൻ 310 രൂപ ഇവൻ അറിഞ്ഞുകൊണ്ടാണ് എന്നെ പറ്റിച്ചത് എന്നുണ്ടെങ്കിൽ ഇവൻ 3 ലക്ഷത്തിന് മുകളിൽ ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വരും. ഒന്നിരിക്കലും അവനോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ മോൻ നോക്കിക്കടാ, എന്നെ പറ്റിച്ച പൈസ, എന്നെ പറ്റിച്ചത് വേണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവാത്തതാണെന്നുണ്ടെങ്കിൽ പോട്ടെ, ആ പൈസ എനിക്ക് വേണ്ട, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു 310 രൂപക്ക് വേണ്ടിയിട്ട് എന്നെ പറ്റിച്ചതാണെന്നുണ്ടെങ്കിൽ പൊന്നാര മോനെ, ആ പൈസ ഹോസ്പിറ്റലിൽ ചോര ഛർദ്ദിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. ഓർത്തോ, ഇങ്ങനെ പറ്റിക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ. അമ്മായിൻ്റെ മോന് ഇങ്ങനത്തെ ഓരോ വാണങ്ങൾ വന്നിട്ട് എന്താ പറയുക. ആ ഫ്ലോ കൊണ്ട് പോയി. ട്രിപ്പ് രാവിലെ മുതൽ വലിയ കുഴപ്പമില്ലാതെ എടുത്ത് വരികയായിരുന്നു. കസ്റ്റമർ കെയറേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു കസ്റ്റമർ ഐറ്റം നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ വിളിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കാനും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്യണം.
ഇവർക്ക് വരെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് എല്ലാ അക്കൗണ്ടും ഇവർ ഓപ്പൺ ആക്കുന്നത്, ഈ റൈഡേഴ്സ്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ ക്യാഷ് തരാതെ ഇറങ്ങി ഓടുമ്പോൾ നമ്മളെന്താ ചെയ്യുക? വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി ഇവർ പിന്നാലെ ഓടുക. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഞാൻ നല്ല കണക്കിന് ഞാൻ ഊബറിൻ്റെ സപ്പോർട്ടിലുള്ള ആൾക്കാർക്ക് സർവീസ് ലൈനിൽ വിളിച്ചിട്ട് നല്ല അത്യാവശ്യത്തിന് നല്ല നല്ല വർത്തമാനം ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. അവരോടും പറഞ്ഞു, നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോ, ഞാനത് 310 വേണ്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. അങ്ങനെ അവരോടും നല്ല വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഫോൺ വെച്ചത്. ഓരോ അവസ്ഥകൾ ഇപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം എന്തായാലും ഗൈസ് എന്നെ പറ്റിച്ച് പോയാൽ നന്നായിട്ട് വരട്ടെ. മാഡമാണ്. ഓക്കെ, നമ്മളങ്ങനെ കളമശ്ശേരി ഉള്ളത് 5 മണി കഴിഞ്ഞു. അതിന് എന്തെങ്കിലും ഇവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം നമുക്ക്. ഓക്കെ, പിന്നെ കഴിക്കൽ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിലവിൽ നമ്മൾ ഏകദേശം ഒരു 2100 രൂപയ്ക്ക് ഒരു 9 ട്രിപ്പ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഒരു ട്രിപ്പ് എന്തായാലും മൂഞ്ചി, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നിലവിൽ ഏകദേശം 2100 രൂപയ്ക്ക് നമ്മൾ ഓടി 9 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ കളമശ്ശേരി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ വീട്ടിലെ ഒരു തട്ടുകട, അവിടെ എന്തെങ്കിലും കഴിച്ച് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മളങ്ങനെ ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട്. അങ്ങനെ രാവിലെ തുടങ്ങി നമ്മൾ ടോട്ടൽ 3539 രൂപ ഏണിങ്സ്, 17 ട്രിപ്പ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ എടപ്പള്ളി ഭാഗത്താണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് മെല്ലനെ ട്രിപ്പ് എടുത്തിട്ടല്ല, ആപ്ലിക്കേഷൻ ഓണാണ്. ഡ്രൈവിംഗ് ടൈം ഇനിയും ഉണ്ട്. ഡ്രൈവിംഗ് ടൈം ഇനിയും 3.5 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ആപ്പ് ഓണാക്കിയിട്ട് നമുക്ക് മെല്ലനെ കൊടുങ്ങല്ലൂർ വഴി അല്ലെങ്കിൽ തൃശ്ശൂർ വഴി ചാലക്കുടി വഴി എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് നാട്ടിലെത്തണം, പൊന്നാനിയിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ട്രിപ്പ് കിട്ടുമോ നോക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ട്രിപ്പ് എടുത്തിട്ട് അങ്ങനെ നാട്ടിലോട്ട് എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വേറെ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. ഓക്കെ, നമ്മളിതാ നാട്ടിലേക്ക് പോകണുള്ളൂ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. ഓൺ ദ വേലാണ് സംഭവം. ഇന്നലെ നമ്മൾ കൊടുങ്ങല്ലൂർ ഒന്ന് സ്റ്റേ ചെയ്തു. കൊടുങ്ങല്ലൂർ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല. അപ്പോൾ ഇനി രാവിലെ ആയിട്ട് ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ട്രിപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. രാവിലെ ആകുമ്പോഴത്തേന് എത്തിയാൽ മതി. നാട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാട്ടിൽ നിന്നിട്ട്, പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നാട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇനി ആ റൂട്ട് എന്തെങ്കിലും ട്രിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലിവ് ഇറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ നേരെ നാട് പിടിക്കും. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടുമോ എല്ലാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത് കൊടുങ്ങല്ലൂർ. ഈ ട്രിപ്പ് പറയണത് അതാണ്. ഞാനെപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണ് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ ആവില്ല ചിലപ്പോൾ ട്രിപ്പ് കിട്ടാം. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നിട്ട് ഫസ്റ്റത്തെ ദിവസം ഇവിടെ ഓടാൻ ഇറങ്ങിയ ദിവസം ചിലപ്പോൾ നാട്ടിലേക്ക് തന്നെ ട്രിപ്പ് അടിക്കും. അതാണ് പറയുന്നത്. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ട്രിപ്പും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടുന്ന് എല്ലാനൊന്നും ഉരുളും. പോണ വഴിക്ക് നമ്മുടെ റൂട്ടിലേക്ക് കിട്ടണമെങ്കിൽ എടുക്കും, എല്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്ങനെ നാട്ടിലേക്ക് പോകും. ഇനി ടൈം കളയല്ലോ, നാട്ടിലെത്തണം. ഓക്കെ, അപ്പം ഗൈസ് പൊന്നാനി എത്തി. മൂഞ്ചിച്ച് ട്രിപ്പൊന്നുമില്ല, എന്തായാലും നാട്ടിലെത്തി. ഇനി പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് വേറെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ അല്ല, 2 ദിവസത്തെ വീഡിയോ. അപ്പോൾ ശരി, എല്ലാവരും സ്റ്റേ ട്യൂൺ. ഓക്കെ, വേറെ വീഡിയോയിൽ കാണാം നമുക്ക്. ശരി എന്നാൽ.